നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടും പുറത്തും വീട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ഇലയാണ്, അതായത് മുരിങ്ങയില പറ്റിയിട്ടാണ് ഞാൻ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത്. മുരിങ്ങയിലയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ മുരിങ്ങയില എങ്ങനെ കഴിക്കണം, ആർക്ക് കഴിച്ചുകൂടാ, ഇതിനെയൊക്കെ പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പൊ മുരിങ്ങയില എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാടധികം ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ട് നമ്മുടെ ഇലവർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഏത് ഇലയാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മുരിങ്ങയില തന്നെയാണ്. കാരണം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് മാൽ ന്യൂട്രീഷൻ, അതായത് പോഷകക്കുറവുള്ള കുട്ടികൾക്ക് മുരിങ്ങയില കൊടുത്തു കഴിഞ്ഞാൽ ആ പോഷകക്കുറവ് മാൽ ന്യൂട്രീഷൻ മാറ്റാനായിട്ട് പറ്റും. മാത്രമല്ല ഒരുപാടധികം രീതിയിലുള്ള ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ആണ് നമ്മുടെ ഈ മുരിങ്ങയിലയിലുള്ളത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ മുരിങ്ങയിലയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മിറാക്കിൾ ട്രീ അല്ലെങ്കിൽ ഡ്രം സ്റ്റിക് ട്രീ എന്നൊക്കെയാണ് ഇതിന്റെ വിളിപ്പേര്. ഈ മുരിങ്ങയില എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. ഇനി മുരിങ്ങയിലയുടെ ന്യൂട്രീഷൻ കണ്ടന്റിനെ പറ്റി പറയുകയാണെങ്കിൽ 100 ഗ്രാം മുരിങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് 440 മില്ലിഗ്രാം കാൽഷ്യം ഉണ്ട്. ഈ 440 മില്ലിഗ്രാം കാൽഷ്യം എന്ന് പറയുമ്പോൾ പാലിനേക്കാളും കൂടുതൽ കാൽഷ്യമാണ് നമ്മൾ ഓർക്കണം. മാത്രമല്ല ഇതിന്റെ അകത്ത് 220 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. ഈ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഓറഞ്ചിനെക്കാളും കൂടുതൽ വൈറ്റമിൻ സി ആണ് മുരിങ്ങയിലയിൽ നമ്മൾ ഓർക്കണം. മാത്രമല്ല ചീരയെക്കാളും 7 മടങ്ങ് കൂടുതൽ അയൺ കണ്ടന്റ് ആണ് 100 ഗ്രാം മുരിങ്ങയിലയിലുള്ളത്. മാത്രമല്ല ഒരുപാടധികം സിങ്കും മെഗ്നീഷ്യവും സെലീനിയവും വൈറ്റമിൻ കെയും എല്ലാം ഈ ഒരു മുരിങ്ങയിലയിലുണ്ട്. മാത്രമല്ല വൈറ്റമിൻ എയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. ഇനി മുരിങ്ങയിലയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഡയബറ്റിക് പേഷ്യൻസ്, അതായത് പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട്, പ്രമേഹം വരാതിരിക്കാനായിട്ടും ഏറ്റവും നല്ലൊരു ഇലയാണ് ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത്. HbA1c കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു മുരിങ്ങയില സ്ഥിരമായിട്ട് അവർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് HbA1c കൺട്രോൾ ആക്കി നിർത്താനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഹാർട്ടിന്റെ ഹെൽത്തിന് ഇത് വളരെയധികം നല്ലതാണ്. കാരണം ഇതിന്റെ അകത്ത് ഒരുപാടധികം വൈറ്റമിൻ കെ ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യവും ഉണ്ട്. ഈ പൊട്ടാസ്യം കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. കൊളസ്ട്രോൾ പേഷ്യൻസിന് ഇത് വളരെയധികം നല്ലതാണ്. കാരണം ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും LDL കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും വളരെയധികം നല്ലതാണ്. ഇങ്ങനെ HDL കൊളസ്ട്രോൾ കൂട്ടിയും LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കുന്നത് വഴി ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് മുരിങ്ങയില പതിവായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ അകത്ത് ഒരുപാടധികം സിങ്ക് ഉണ്ട്. ഈ സിങ്കും മെഗ്നീഷ്യവും ഒരുപാടധികം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് അതായത് ബ്രെയിനിന്റെ ഫംഗ്ഷന് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് തന്നെ മെമ്മറി ലോസ് അതായത് മറവി രോഗം മാറ്റാൻ വളരെയധികം നല്ലതാണ്. മെമ്മറി പവർ കൂട്ടാനും വളരെയധികം നല്ലതാണ്. മാത്രമല്ല അൽഷിമേഴ്സ് ഡിസീസ് അതുപോലെ തന്നെ പാർക്കിൻസൺ ഡിസീസ് ഒക്കെ മാറ്റാനായിട്ടും ഇത് വരാതിരിക്കാനും വളരെയധികം നല്ലതാണ് ഈ ഒരു മുരിങ്ങയില സ്ഥിരമായിട്ട് കഴിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ അകത്ത് സിങ്കിന്റെ അളവ് ഒരുപാടധികം കൂടുതലായിട്ട് തന്നെ നമ്മുടെ നാഡികൾക്കും അതുപോലെ തന്നെ മസിലിനും നെർവിനും എല്ലാം വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് ഇതിന്റെ അകത്ത് ഒരുപാടധികം വൈറ്റമിൻ സി ഉണ്ട്. ഈ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് വളരെയധികം രീതിയിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ജലദോഷം, ഈ ഒരു ചുമ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പൊ ഈ വൈറ്റമിൻ സി ഉണ്ടായതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്, പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വളരെയധികം നല്ലൊരു കാര്യമാണ് മുരിങ്ങയില സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ തൈറോയിഡ് പേഷ്യൻസിനും അതുപോലെ തന്നെ തൈറോയിഡ് ജനറ്റിക്കലി അതായത് ഫാമിലിയിൽ തൈറോയിഡിന്റെ ഹിസ്റ്ററി ഉള്ള ആൾക്കാരും ദിവസം മുരിങ്ങയില കഴിക്കുന്നത് തൈറോയിഡ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും തൈറോയിഡ് വരാതിരിക്കാനും വളരെയധികം നല്ലതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ മുരിങ്ങയില കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, പൈൽസ്, ഏനൽ ഫിഷേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാൻ വളരെയധികം നല്ലതാണ്. കാരണം മുരിങ്ങയിലയിൽ ഒരുപാടധികം സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ ഫൈബർ ഉണ്ട്. ഇനി ഈ ഒരു ഫൈബർ നമ്മുടെ കുടലിന്റെ അകത്ത് പോവുകയും ഈ ഒരു ഫൈബർ ആക്ച്വലി നമ്മുടെ കുടലിൽ നല്ല രീതിയിൽ ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കോളോറെക്ടൽ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ അതുപോലെ തന്നെ ഏനൽ ക്യാൻസർ ഇതെല്ലാം മാറ്റാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കോളൻ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. കാരണം നമ്മുടെ വയറിന്റെ അകത്തുള്ള ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ ഒരുപാടധികം രീതിയിൽ വളർത്താനായിട്ട് ഈ ഒരു മുരിങ്ങയില സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മുരിങ്ങയിലക്കകത്ത് ഒരുപാടധികം രീതിയിൽ കൊളാജൻ ഉണ്ട്. ഈ ഒരു കൊളാജൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആന്റി ഏജിങ് ആയിട്ട് ഇതിനെ വളരെയധികം രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പ്രായം കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ ഒരു മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നത്. മാത്രമല്ല ഈ കൊളാജൻ കണ്ടന്റ് ഒരുപാട് മുരിങ്ങയിലയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺസിനും അതായത് എല്ലുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ തൊലിക്ക് അതായത് നമ്മുടെ സ്കിന്നിനും വളരെയധികം നല്ലതാണ്.
അപ്പൊ സ്കിന്നിന്റെ ഹെൽത്തിനും സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറാനും അതുപോലെ തന്നെ ആന്റി ഏജിങ് ആയിട്ടൊക്കെ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുരിങ്ങയില. മാത്രമല്ല നമ്മുടെ സ്കിൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കൊളാജൻ കൊണ്ടാണ്. ഈ ഒരു കൊളാജൻ ഈ ഒരു മുരിങ്ങയിലയിൽ ഒരുപാടധികം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ടെക്സ്ചർ പോകാതിരിക്കാൻ, അതായത് നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ടെക്സ്ചറിന് വ്യത്യാസം വരും. കാരണം നമ്മുടെ ബോഡിയിൽ കൊളാജൻ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഒരു നാച്ചുറൽ ടെക്സ്ചർ പോകാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ ഒരു മുരിങ്ങയില സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അടുത്തതായിട്ട് മുരിങ്ങയില നല്ലൊരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. ഒരുപാടധികം രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ മുരിങ്ങയിലയിലുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് മുരിങ്ങയില കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീന്റെ അളവ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരുപാടധികം രീതിയിൽ ഫോളിക് ആസിഡും കാൽഷ്യം ഈ മുരിങ്ങയിലയിലുണ്ട്. അപ്പൊ ഒരുപാടധികം ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുരിങ്ങയില പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് മുരിങ്ങയില കഴിക്കരുതെന്ന്. പക്ഷെ ഇത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം ഇതിന്റെ മുരിങ്ങയിലക്കകത്ത് ഒരുപാടധികം രീതിയിൽ ഫോളിക് ആസിഡും കാൽഷ്യവും ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഒരു പിടി മുരിങ്ങയില തോരൻ കഴിക്കുന്നതെന്ന് വെച്ച് യാതൊരു പ്രശ്നവും പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ എല്ലാ ദിവസവും ഒരു പിടി മുരിങ്ങയില തോരൻ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഫോളിക് ആസിഡും അതുപോലെ തന്നെ കാൽഷ്യവും ഒരുപാടധികം ഈ മുരിങ്ങയിലയിലുണ്ട്. അപ്പൊ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ കൊച്ചുങ്ങൾക്ക് ഉണ്ടാവുന്നത് തടയാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഞാൻ പറഞ്ഞു വൈറ്റമിൻ സി ഒരുപാടധികം ഉണ്ട്. മാത്രമല്ല കൊളാജൻ ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എയും ഒരുപാടധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിനും നമ്മുടെ തൊലിക്കും അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്കും ഇത് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നു. റെക്കറന്റ് ആയിട്ട് വരുന്ന മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ വിട്ടുമാറാത്ത മുടി കൊഴിച്ചിൽ മാറ്റാനും എല്ലാ ദിവസവും മുരിങ്ങയില ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല വൈറ്റമിൻ ഇ ഒരുപാടധികം ഈ ഒരു മുരിങ്ങയിലയിൽ ഉണ്ടായത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് മാറ്റാൻ വളരെയധികം നല്ലതാണ്. ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയില നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ മുരിങ്ങയിലയുടെ അകത്തുള്ള പലതരത്തിലുള്ള കോമ്പൗണ്ട്സും നമുക്ക് ആർത്രൈറ്റിസ് അതായത് വാദം മാറ്റാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പൊ പുതിയ സ്റ്റഡീസ് പറയുന്നത്. മാത്രമല്ല ഡിമെൻഷ്യ പോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഈ ഒരു മുരിങ്ങയില സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നിങ്ങൾ ഡിമെൻഷ്യ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഒരുപാടധികം രീതിയിലുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലൊരു മാജിക്കൽ ഫുഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡയറ്റ് സ്ഥിരമായിട്ട് നിങ്ങൾ മുരിങ്ങയില ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വീഡിയോ മാക്സിമം ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്. ബൈ ബൈ.